കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ പെൺകുട്ടി ചായയുമായി വരികയാണ്. എല്ലാവരും ചായ എടുത്തു. എന്നാൽ ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാമെന്ന് ഭാസ്കരൻ പറഞ്ഞു. ആദ്യം പെണ്ണും ചെറുക്കനും ഒറ്റയ്ക്ക് സംസാരിക്കട്ടെ, അവരുടെ ഇഷ്ടമാണല്ലോ പ്രധാനം, പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും ചേർന്ന് സുഭാഷിനെ ഉന്തിത്തള്ളി പെൺകുട്ടിയുടെ കൂടെ പറഞ്ഞയക്കുന്നു. സുഭാഷ് ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് പെൺകുട്ടി ചോദിച്ചു, അധികമൊന്നും മിണ്ടാത്ത ടൈപ്പാണല്ലേ? പിന്നീട് അവർ പരസ്പരം സംസാരിക്കുന്നുമുണ്ട്. കുറച്ചു കഴിഞ്ഞ് അവർ എല്ലാവരുടെയും അടുത്തേക്ക് തിരിച്ചു വരുന്നു. കുറച്ച് സംസാരിക്കുന്ന ഭർത്താവാണെങ്കിൽ ദാമ്പത്യം സക്സസ് ആകുമെന്ന, അത്രയും വഴക്ക് കുറയുമല്ലോ എന്ന് പെൺകുട്ടിയുടെ അമ്മാവൻ സുഭാഷിനെ കളിയാക്കി പറഞ്ഞു. ആണായാലും പെണ്ണായാലും വിവാഹത്തിനു മുൻപ് പരസ്പരം അറിഞ്ഞും മനസ്സിലാക്കിയുമൊക്കെ ഇരിക്കുന്നത് നല്ലതാണ്. ഒരു തവണ കാണുമ്പോഴേക്കും കല്യാണം നിശ്ചയിക്കുന്നതും ഒക്കെ പഴയ ഏർപ്പാടല്ലേ. സുഭാഷ് സംസാരം കുറവുള്ള ആളാണെങ്കിൽ അവർക്ക് കുറച്ച് സമയം കൂടുതൽ കൊടുക്കാം. അവർ ഫോണിലൂടെ സംസാരിച്ച് പരസ്പരം മനസ്സിലാക്കട്ടെ. അതിനുശേഷം രണ്ടുപേർക്കും ഓക്കെ ആണെങ്കിൽ വിവാഹം. അതുപോലെ പെൺകുട്ടിയുടെ അച്ഛൻ ചോദിച്ചു. അത് മതി, വിവാഹം കഴിക്കുന്നത് അവരാണല്ലോ, അപ്പോൾ അവർ തീരുമാനിക്കട്ടെ, ഭാസ്കരനും പറഞ്ഞു. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ മടങ്ങി. അന്ന് രാത്രി സാന്ദ്ര ഏട്ടത്തി നിധിയെ വിളിക്കുന്നുണ്ട്. സാന്ദ്ര ചോദിച്ചു, നിനക്കെന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ മോളെ? ഇല്ല ഏട്ടത്തി, നിങ്ങളുടെ ഭർത്താവിനോടുള്ള ദേഷ്യത്തിൽ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ, നിധി പറഞ്ഞു. സുഭാഷിൻ്റെ അച്ഛനിപ്പോൾ എങ്ങനെയുണ്ട്? സാന്ദ്ര ചോദിച്ചു. മുറിവ് ഉണങ്ങുന്നുണ്ട്. ഞാൻ നിന്നെ വിളിച്ചിരുന്നു, എടുത്തില്ലല്ലോ. പുറത്തു പോയിരിക്കുമായിരുന്നു ഏട്ടത്തി, നിധി പറഞ്ഞു. ഒറ്റയ്ക്കോ? അല്ല ഏട്ടത്തി, എല്ലാവരും കൂടി. നിധിയുടെ മറുപടി കേട്ട് സാന്ദ്ര ചോദിച്ചു, എല്ലാവരും കൂടിയോ? എന്ന് വെച്ചാൽ അച്ഛനും ഫാമിലിയും, അങ്ങനെ മുഴുവൻ ഫാമിലിയായിട്ട്, നിധി പറഞ്ഞു. എന്താ നീ ഈ പറയുന്നേ? അച്ഛൻ, ഫാമിലി, ഇത്ര പെട്ടെന്ന് അങ്ങനെയൊക്കെ ആയോ? അവരൊക്കെ നിൻ്റെ ഫാമിലിയാണോ? സാന്ദ്ര ചോദിച്ചു. വേറെ ഏതാ എൻ്റെ ഫാമിലി? നിധിയുടെ മറുപടി കേട്ട് സാന്ദ്ര പറഞ്ഞു. എന്തൊക്കെയാണെങ്കിലും ഇതാണ് നിൻ്റെ ഫാമിലി. നീ തൽക്കാലം ആ വീട്ടിൽ കഴിയുന്നെന്ന് കരുതി അത് ഫാമിലി ആണെന്നൊന്നും ചിന്തിച്ചു പോകല്ലേ. അത് വിട്ടേ കേട്ടെത്തി. ഇന്ന് ഞങ്ങൾ എങ്ങോട്ടാ പോയെന്നറിയോ? സുഭാഷ് ഏട്ടൻ്റെ പെണ്ണ് കാണാൻ പോയതാ, നിധി പറഞ്ഞു. നീ എന്തൊക്കെയാ അവിടെ ചെന്ന് കാണിച്ചു കൂട്ടുന്നത്? നീ തന്നെ അവിടെ എത്ര നാളുണ്ടാകുമെന്നറിയില്ല. അതിനിടയിൽ ഈ വക കാര്യങ്ങളിലൊക്കെ തലയിടണോ? അതൊക്കെ പിന്നീട് കുഴപ്പമാവേയുള്ളൂ, സാന്ദ്ര പറഞ്ഞു. അതൊക്കെ ഏട്ടത്തിക്ക് എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കി തരാ? എനിക്ക് സുഭാഷ് ഏട്ടനെ കാണുമ്പോൾ ഒരു ഭയങ്കര ബ്രദർലി ഫീലിംഗാ. എന്നോട് നല്ല സ്നേഹവും കെയറും ഒക്കെയാ. ഞാൻ ഈ വീട്ടിൽ കംഫർട്ടായിരിക്കുന്നതിൻ്റെ മുഖ്യ കാരണം തന്നെ സുഭാഷ് ഏട്ടനാ. ഇവിടെ എല്ലാവർക്കും സുഭാഷ് ഏട്ടന് കല്യാണമായില്ലല്ലോ എന്നൊരു വിഷമമുണ്ട്. ഒരുപാട് സ്ഥലത്ത് നിന്ന് ആലോചനകൾ വന്നു, പക്ഷേ ഒന്നും നടന്നില്ല. അപ്പോൾ ഞാൻ തന്നെ മാട്രിമോണിയൽ സൈറ്റിൽ നിന്ന് ഒരെണ്ണം സെറ്റാക്കി, നിധി പറഞ്ഞു. സുഭാഷിൻ്റെ ഫാമിലിയെ പറ്റി നീ പറയുന്നതും നിന്റെ ചേട്ടൻ പറയുന്നതുമായി യാതൊരു ബന്ധവുമില്ലല്ലോ മോളെ. അരുണേട്ടൻ പറയുന്നത് കേട്ടാ നിനക്കൊരു നിമിഷം പോലും അവിടെ ഇരിക്കാൻ സാധ്യതയില്ലെന്ന മട്ടില്ല, സാന്ദ്ര പറഞ്ഞു. ഏട്ടത്തിയുടെ ഭർത്താവ് പറയുന്നത് കൊണ്ട് അത് സത്യമാവണമെന്നുണ്ടോ? നിധി ചോദിച്ചു. പക്ഷേ നാട്ടിൽ മുഴുവൻ അവരെ പറ്റി മോശം അഭിപ്രായമല്ലേ? സാന്ദ്ര ചോദിച്ചു. ഞാൻ ഈ വീട്ടിലല്ലേ താമസിക്കുന്നേ, എനിക്കറിഞ്ഞൂടെ? നാട്ടുകാർ പറയുന്നത് പോലെ ഒരു പ്രശ്നം ഈ വീട്ടിലോ ഇവിടെയുള്ളവർക്കോ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ സുഖമായിട്ട് തന്നെയാണ് ഇവിടെ കഴിയുന്നേ, നിധി പറഞ്ഞു. നീ അവിടെ തന്നെ ജീവിച്ചോളാമെന്ന് തീരുമാനമെടുത്ത പോലെയാണല്ലോ. ഫാമിലി എന്ന് പറയുന്നു, പെണ്ണ് കാണാൻ പോകുന്നു, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, സാന്ദ്ര പറഞ്ഞു. പെണ്ണ് വാഴാത്ത വീടാന്നൊക്കെ നാട്ടുകാർക്കിടയിലൊക്കെ ഒരു മോശം ഇംപ്രഷൻ ഉണ്ടായിട്ടുള്ളതാ. എന്നാൽ അങ്ങനെ മോശം ആളുകളല്ല ഇവിടെ ഉള്ളത്. ഞാൻ എവിടെ ഇരുന്നാലേ ആ പേര് മാറ്റിയെടുക്കാൻ കഴിയൂ. ഇപ്പോൾ ഞാൻ ഇറങ്ങിയ ആ പേര് ദോഷം വീണ്ടും ഉണ്ടാകും. ഇവിടെയുള്ളവരെല്ലാം വീണ്ടും വിഷമിക്കും. എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ കൂടെ നിൽക്കാൻ ഈ വീടും വീട്ടുകാരുമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനും അത് തിരിച്ചു കാണിക്കണ്ടേ? അവരെന്നെ സ്നേഹിക്കുന്നുണ്ട്, ആ സ്നേഹം എനിക്കും തിരിച്ചു കാണിക്കണ്ടേ? ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകണമെങ്കിൽ ഈ വീട്ടിലേക്ക് ഒരു പെൺകുട്ടി വരണം, നിധി പറഞ്ഞു. നിന്റെ ഇഷ്ടത്തിന് ഓരോന്ന് കാണിക്കുകയാണോ? സാന്ദ്ര ചോദിച്ചു. എനിക്കിതൊക്കെ ഇഷ്ടാവുന്നുണ്ട് ഏട്ടത്തി. മതി, ഫോൺ വെച്ചേക്ക്. ഇനി നിങ്ങളുടെ ഭർത്താവ് കണ്ടിട്ട് ഇതൊരു പ്രശ്നമാവണ്ട. ഇത്രയും പറഞ്ഞ് നിധി ഫോൺ കട്ട് ചെയ്തു. പിന്നീട് എല്ലാവരും കൂടി അത്താഴം കഴിക്കുകയാണ്. പെണ്ണ് കാണാൻ പോയ വീട്ടുകാരെക്കുറിച്ചും വീടിനെക്കുറിച്ചുമൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. കൂട്ടത്തിൽ എല്ലാവരും കൂടി സുഭാഷിനോട് പെൺകുട്ടിയെ ഇഷ്ടമായോ എന്ന് ചോദിച്ചു. സുഭാഷ് വ്യക്തമായ ഒരു മറുപടി പറഞ്ഞില്ല. പെട്ടെന്ന് ഫോൺ ബെല്ലടിക്കുന്നു. എല്ലാവർക്കും അതാരാണെന്നറിയാൻ ആകാംക്ഷയായി. അത് ജ്യോതിയായിരുന്നു. എല്ലാവരും കൂടി ഫോൺ സുഭാഷിന് കൊടുത്തിട്ട് സംസാരിക്കാൻ നിർബന്ധിച്ചു. ഇവിടെ നിന്ന് പോയിട്ട് നിങ്ങളുടെ വീട്ടുകാരെന്തു പറഞ്ഞു? ജ്യോതി ചോദിച്ചു.
ഇവിടെ എല്ലാവർക്കും ജ്യോതിയെ ഇഷ്ടമായിട്ടുണ്ട്, സുഭാഷ് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്കോ? ജ്യോതി ചോദിച്ചു. ആദ്യം ഒന്ന് മടിച്ചെങ്കിലും ഇഷ്ടമായി എന്ന് സുഭാഷ് മറുപടി പറഞ്ഞു. എൻ്റെ വീട്ടുകാർക്കും നിങ്ങളെ വീട്ടുകാരെയും ഇഷ്ടമായി, പ്രത്യേകിച്ച് നിങ്ങളുടെ അനിയൻ്റെ ഭാര്യ നിധിയെ, ജ്യോതി പറഞ്ഞു. അതുവരെ കാര്യമായിട്ട് മിണ്ടാതിരുന്ന സുഭാഷ് നിധിയെക്കുറിച്ച് വാതോരാതെ സംസാരിച്ചു. പാവം കുട്ടിയാ, വലിയ വീട്ടിലാണ് വളർന്നത്, എങ്കിലും ഇവിടെ വന്നിട്ട് ഉള്ള സൗകര്യത്തിൽ യാതൊരു പരാതിയും പറഞ്ഞിട്ടില്ല എന്നൊക്കെ സുഭാഷ് പറഞ്ഞു. അത് കേട്ട് ജ്യോതി ചോദിച്ചു. ഓ, അനിയത്തെക്കുറിച്ച് പറയുമ്പോൾ 100 നാവാണല്ലോ. സുഭാഷ് ഒന്നും മിണ്ടിയില്ല. അപ്പോൾ ജ്യോതി ചോദിച്ചു, എന്തെങ്കിലും സംസാരിക്കുന്നേ? എന്താ സംസാരിക്കേണ്ടതെന്നറിയില്ല. കഴിച്ചോ? സുഭാഷ് ചോദിച്ചു. അത് കേട്ട് ജ്യോതി പറഞ്ഞു, അതിനുള്ള മറുപടി നേരത്തെ പറഞ്ഞല്ലോ. കഴിച്ചു, കുറച്ച് സ്വീറ്റ്സും കഴിച്ചു. എനിക്ക് സ്വീറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഇയാൾക്കോ? ഇത് കേട്ടതും സുഭാഷ് പാതോരാതെ മറുപടി പറഞ്ഞു. എനിക്ക് പാചകം വലിയ ഇഷ്ടമാണ്. ഞാനാ ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. സുഭാഷിൻ്റെ വർത്താനം അങ്ങനെ നീണ്ടു പോയി. സുഭാഷിൻ്റെ സംസാരം കേട്ട് ഭാസ്കരൻ അകത്ത് ചെന്ന് എല്ലാവരോടുമായി പറഞ്ഞു. ആരാ അവന് ഫോൺ കൊടുത്തത്? ഇതിലും ഭേദം അവൻ സംസാരിക്കാതിരിക്കുന്നതായിരുന്നു. ഇത് കേട്ട് നികേഷ് ഓടിച്ചെന്ന് ഒളിഞ്ഞു നിന്ന് സുഭാഷിൻ്റെ സംസാരം കേൾക്കുന്നുണ്ട്. ബാക്കി എന്തൊക്കെയാകുമെന്ന് നമുക്ക് നാളെ കാത്തിരുന്ന് കാണാം. അതുവരേക്കും ബായ്.